നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടാതിരിക്കാറുണ്ടോ? ഉണ്ണുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് വരെ പലതവണ ഫോൺ ചെക്ക് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ അറിയണം, നിങ്ങളുടെ തലച്ചോറിന് പോപ്കോൺ ബ്രെയിൻ സിൻഡ്രോം എന്ന അവസ്ഥ പിടിപെട്ടിരിക്കാം. ചൂടായ എണ്ണയിൽ ഇട്ട് വറക്കുമ്പോൾ പോപ്കോൺ എങ്ങനെയാണോ പൊട്ടിത്തെറിക്കുന്നത്, അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ യുവതലമുറയുടെ മനസ്സ്. ഒരൊറ്റ കാര്യത്തിൽ പോലും ശ്രദ്ധ കൊടുക്കാൻ കഴിയാതെ മനസ്സ് ചിതറിപ്പോകുന്ന അവസ്ഥ, അതാണ് പോപ്കോൺ ബ്രെയിൻ സിൻഡ്രോം. ഇന്ത്യയിലെ കൗമാരക്കാർക്കിടയിൽ ഈ രോഗം കൂടുന്നതായാണ് റിപ്പോർട്ട്. 2011 വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനായ ഡേവിഡ് ലെവിയാണ് ഈ പേര് ആദ്യമായി നൽകിയത്. നമ്മൾ തുടർച്ചയായി ഫോണിൽ പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ തലച്ചോറ് അതിവേഗത്തിലുള്ള എന്നാൽ ആഴമല്ലാത്ത വിവരങ്ങൾക്കായി മാത്രം തയ്യാറെടുക്കുന്നു. പോപ്കോൺ ബ്രെയിൻ എന്നത് ഒരു മാനസികാവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. ചിന്തകൾ ചിതറിക്കിടക്കുകയും ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു മടിയും കൂടാതെ പെട്ടെന്ന് മാറിക്കളിക്കുന്ന അവസ്ഥയാണെന്ന് സൈക്കോളജിസ്റ്റുകൾ പറയുന്നു. വെറും ഒരു ഇന്റർനെറ്റ് ആസക്തിക്ക് പുറമെ ജോലി, ബന്ധങ്ങൾ, ദൈനംദിന ജീവിതം എന്നിവയെ വരെ ഈ അവസ്ഥ സാരമായി ബാധിക്കും. മൊബൈലിൽ റീലുകൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ലഭിക്കുന്ന സന്തോഷം കാരണം പഠനം പോലുള്ള യഥാർത്ഥ ജീവിതത്തിലെ കാര്യങ്ങൾ വിരസമായി തോന്നുന്നു. ഇത് ഉത്കണ്ഠയ്ക്കും ഉറക്കക്കുറവിനും കാരണമാകുന്നു. കൗമാരക്കാരിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നതെങ്കിലും 30-നും 45-നും ഇടയിൽ പ്രായമുള്ളവരിലും ഈ അവസ്ഥ സാധാരണയായി കാണപ്പെടുന്നുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. മാനസികമായി തളർന്നു പോയതുപോലെ ഒരു തോന്നൽ, ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇടയ്ക്കിടെ മാറുന്നത്, യഥാർത്ഥ ലോകത്ത് നിന്ന് മാറി ഓൺലൈനിൽ തുടരാനുള്ള താല്പര്യം, ഉറക്കമില്ലായ്മ, ഇവയെല്ലാം പോപ്കോൺ ബ്രെയിൻ സിൻഡ്രോത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇതിനുള്ള പ്രധാന പരിഹാരം സ്ക്രീൻ സമയം നിയന്ത്രിക്കുക എന്നതാണ്. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ, ടാബ്ലറ്റ് തുടങ്ങിയ എല്ലാ സ്ക്രീനുകളും പൂർണ്ണമായി ഒഴിവാക്കുക.